പാരാമെഡിക്കൽ മേഖല എന്നത് ആരോഗ്യരംഗത്തെ അണിയറയിലെ നായകന്മാരായ നിരവധി പ്രൊഫഷണലുകൾ ഉൾക്കൊള്ളുന്ന ഒരു മേഖലയാണ്. ഡോക്ടർമാർക്ക് പകരമായിട്ടല്ല, മറിച്ച് ആ രോഗിയുടെ ചികിത്സയിൽ നിർണായക പങ്ക് വഹിക്കുന്ന പാരാമെഡിക്കൽ ജീവനക്കാരായിട്ടാണ്. ഇൻ ദിസ് വീഡിയോ വി ആർ ഡിസ്കസിങ് അബൌട്ട് ദി ടോപ്പ് 9 പാരാമെഡിക്കൽ കോഴ്സസ് ഏതൊക്കെയാണ് എന്നതാണ് ഇന്നത്തെ ഒരു വീഡിയോയിൽ നമ്മൾ ഡിസ്കസ് ചെയ്യാൻ വേണ്ടി പോകുന്നത്. +2 കഴിഞ്ഞ് പാരാമെഡിക്കൽ മേഖലയിൽ ഒരു കരിയർ ബിൽഡ് ചെയ്യണം എന്ന് വിചാരിക്കുന്ന ഒട്ടുമിക്ക സ്റ്റുഡൻസിൻ്റെ സംശയമാണ് ഏതാണ് ഏറ്റവും കൂടുതൽ സ്കോപ്പ് ഉള്ളത്, ഡിമാൻഡ് ഉള്ളത്, അല്ലെങ്കിൽ സാലറി കൂടിയ കോഴ്സ് ഏതാണ് എന്ന് ഒട്ടുമിക്ക ആളുകൾക്കുള്ളൊരു സംശയമാണ്. പാരാമെഡിക്കൽ മേഖല എന്നത് മെഡിക്കൽ മേഖല ആയതുകൊണ്ട് തന്നെ വളരെയധികം അതിനെപ്പറ്റി പഠിച്ച് മനസ്സിലാക്കിയിട്ട് തന്നെ എന്ത് ചെയ്യണം, നിങ്ങളൊരു കോഴ്സ് സെലക്ട് ചെയ്യുക. അപ്പോൾ നമുക്ക് നോക്കിയാലോ ആ ടോപ്പ് 9 കോഴ്സ് ഏതെല്ലാമാണെന്ന്. നമ്പർ 9 BSc OT ആൻഡ് AT, ഓപ്പറേഷൻ തിയേറ്റർ ആൻഡ് അനസ്തേഷ്യ ടെക്നോളജി. ഇത് ഏകദേശം 3 ഇയർ + 1 ഇയർ കമ്പൾസറി ഇൻറ്റേൺഷിപ്പോട് കൂടി ഡ്യൂറേഷൻ വരുന്നൊരു പ്രോഗ്രാമാണ്. കോഴ്സ് നോക്കുകയാണെന്നുണ്ടെങ്കിൽ ആദ്യം നമുക്ക് OT എന്തെന്ന് നോക്കാം. ഇവരുടെ പ്രധാനപ്പെട്ട ജോലി എന്ന് പറയുന്നത് ഡോക്ടർമാരെ ഓപ്പറേഷൻ തിയേറ്ററിൽ അസിസ്റ്റ് ചെയ്യുക, അതുപോലെ തന്നെ രോഗിയുടെ ആരോഗ്യനില മനസ്സിലാക്കാൻ രോഗിയുടെ ചുറ്റും പലതരത്തിലുള്ള ഉപകരണങ്ങൾ ഉണ്ടാകും. ആ ഉപകരണങ്ങൾ നിയന്ത്രിക്കുക, സർജിക്കൽ ഇൻസ്ട്രുമെൻറ്റ്സ് ഹാൻഡിൽ ചെയ്യുക, ഓപ്പറേഷനുള്ള എല്ലാ അറേഞ്ച്മെൻറ്റ്സ് ചെയ്യുക, ഓപ്പറേഷന് ശേഷം സർജിക്കൽ ഇൻസ്ട്രുമെൻറ്റ്സ് ക്ലീൻ ചെയ്യുക എന്നിങ്ങനെ നിരവധി ജോലികൾ ഇവർക്ക് ചെയ്യാനുണ്ട്. ഇത്തരം ജോലികൾ ചെയ്യുന്ന ആളുകൾ വിളിക്കുന്ന പേരാണ് ഓപ്പറേഷൻ തിയേറ്റർ ടെക്നീഷ്യൻ. ഇനി അടുത്തത് നമുക്ക് AT എന്തെന്ന് നോക്കാം. ഒരു ഓപ്പറേഷന് മുമ്പ് രോഗിയുടെ ശരീരം പാർഷ്യലി ആയിട്ടോ കംപ്ലീറ്റ് ആയിട്ടോ അനസ്തേഷ്യ കൊടുത്ത് മയക്കും. ഇതെന്തിനു വെച്ച് കഴിഞ്ഞാൽ ആ ഒരു ഓപ്പറേഷൻ്റെ വേദന കുറയ്ക്കാനോ അല്ലെങ്കിൽ രോഗി അറിയാണ്ടിരിക്കാനോ വേണ്ടിയിട്ടാണ്. ഇനി രോഗി അൺകോൺഷ്യസ് മൈൻഡിൽ നിന്നും തിരിച്ച് കോൺഷ്യസ് മൈൻഡിലേക്ക് തിരിച്ചു വരുന്നത് വരെയുള്ള ഒബ്സർവേഷനും, അതുപോലെ തന്നെ ആ രോഗിക്ക് എന്തെങ്കിലും രീതിയിലുള്ള പ്രശ്നങ്ങൾ ഉണ്ടെങ്കിൽ അത് ഡോക്ടറെ അറിയിക്കുക. ഇത്തരം ജോലികൾ ചെയ്യുന്ന ആളുകൾ വിളിക്കുന്ന പേരാണ് അനസ്തേഷ്യ ടെക്നോളജിസ്റ്റ്. നമ്പർ 8 BPharm, ബാച്ചുലർ ഓഫ് ഫാർമസി. ഇത് ഏകദേശം 4 ഇയർ ഡ്യൂറേഷൻ വരുന്നൊരു പ്രോഗ്രാമാണ്. കോഴ്സ് നോക്കുകയാണെന്നുണ്ടെങ്കിൽ മെഡിസിൻ്റെയും ഡ്രഗ്സിൻ്റെയും മാനുഫാക്ചറിങ്, എഫക്ട്സ്, യൂസസ്, അതുപോലെ തന്നെ ഒരു ജീവശരീരത്തിൽ മരുന്ന് എങ്ങനെ എഫക്റ്റ് ചെയ്യുന്നു എന്നതൊക്കെ ഡീറ്റെയിൽ ആയിട്ട് പഠിക്കുന്ന ഒരു കോഴ്സാണ് BPharm. അടുത്തത് നമ്പർ 7 BASLP, ബാച്ചുലർ ഓഫ് ഓഡിയോളജി ആൻഡ് സ്പീച്ച് ലാംഗ്വേജ് പത്തോളജി. ഇത് ഏകദേശം 3 ഇയർ ഡ്യൂറേഷൻ വരുന്നൊരു പ്രോഗ്രാമാണ്. കോഴ്സ് നോക്കുകയാണെന്നുണ്ടെങ്കിൽ ആദ്യം നമുക്ക് ഓഡിയോളജി എന്തെന്ന് നോക്കാം. കേൾവിശക്തിയുമായി ബുദ്ധിമുട്ടുകൾ നേരിടുന്ന രോഗികൾക്ക് വേണ്ട പരിശോധനകൾ നടത്തി അവരുടെ രോഗം നിർണ്ണയിക്കുകയും അതുപോലെ തന്നെ അതിനനുയോജ്യമായ ചികിത്സ നൽകുന്നതിനുമാണ് ഓഡിയോളജി എന്ന് പറയുന്നത്. ഇത്തരം ജോലികൾ ചെയ്യുന്ന ഒരു വിഭാഗം ആളുകൾ വിളിക്കുന്ന പേരാണ് ഓഡിയോളജിസ്റ്റ്. ഇനി സ്പീച്ച് ലാംഗ്വേജ് പാത്തോളജി അഥവാ സ്പീച്ച് തെറാപ്പി എന്തെന്ന് നോക്കാം. ജന്മന സംസാരശേഷി ഇല്ലാത്തവർക്കും സംസാരിക്കാൻ ബുദ്ധിമുട്ടുകളുള്ള ആളുകൾക്കും അവരുടെ രോഗങ്ങൾ മനസ്സിലാക്കി അതിനനുയോജ്യമായ തെറാപ്പിയിലൂടെ ആ രോഗത്തെ ചികിത്സിക്കുന്നതിനുമാണ് സ്പീച്ച് ലാംഗ്വേജ് പാത്തോളജി അഥവാ സ്പീച്ച് തെറാപ്പി എന്ന് പറയുന്നത്. ഇത്തരം ജോലികൾ ചെയ്യുന്ന ഒരു വിഭാഗം ആളുകൾ വിളിക്കുന്ന പേരാണ് സ്പീച്ച് തെറാപ്പിസ്റ്റ്. അടുത്തതായിട്ട് നമ്പർ 6 BSc ഒപ്റ്റോമെട്രി. ഇത് ഏകദേശം 4 ഇയർ ഡ്യൂറേഷൻ വരുന്നൊരു പ്രോഗ്രാമാണ് കേട്ടോ. കംപ്ലീറ്റ്ലി ഇൻഡിപെൻഡൻ്റ് ആയിട്ടുള്ള പ്രോഗ്രാമാണ്. ഒരു ഡോക്ടറെ ഡിപ്പെൻഡ് ചെയ്ത് ചെയ്യേണ്ട ഒരു ജോലിയല്ല. കോഴ്സ് നോക്കുകയാണെന്നുണ്ടെങ്കിൽ കാഴ്ചശക്തി സംബന്ധമായ പ്രശ്നങ്ങളോ ബുദ്ധിമുട്ടുകളോ നേരിട്ട് കഴിഞ്ഞാൽ നമ്മൾ ആദ്യം പോകുന്ന ഡോക്ടർമാരുടെ അടുത്തേക്കാണോ? അല്ല, വേറൊരു വിഭാഗം ആളുകളുടെ അടുത്തേക്കാണ് നമ്മൾ പോകുക. ഇവർ വിളിക്കുന്ന പേരാണ് ഒപ്റ്റോമെട്രിസ്റ്റ്. ഈ ഒരു വിഭാഗം ആളുകൾ നടത്തുന്ന ടെസ്റ്റുകളുടെയും റിപ്പോർട്ടുകളുടെയും അടിസ്ഥാനത്തിലാണ് പിന്നീട് ഡോക്ടർ രോഗം നിർണ്ണയിക്കുന്നതും അതുപോലെ തന്നെ ചികിത്സിക്കുന്നതും. അതുമാത്രമല്ല, കാഴ്ചശക്തി കുറവുള്ള ആളുകൾക്ക് ഏത് തരത്തിലുള്ള ലെൻസ് ഉപയോഗിക്കണം, ഏത് തരത്തിലുള്ള കണ്ണുകൾ ഉപയോഗിക്കണം, ഇതൊക്കെ തീരുമാനിക്കുന്നത് ഒപ്റ്റോമെട്രിസ്റ്റുകളാണ്. അടുത്തത് നമ്പർ 5 BSc റേഡിയോളജി ആൻഡ് ഇമേജിംഗ് ടെക്നോളജി. ഇത് ഏകദേശം 3 വർഷം ഡ്യൂറേഷൻ വരുന്നൊരു പ്രോഗ്രാമാണ്. കോഴ്സ് നോക്കുകയാണെന്നുണ്ടെങ്കിൽ CT സ്കാൻ, MRI, എക്സ്റേ ഇത്തരം ഉപകരണങ്ങൾ ഉപയോഗിച്ച് മനുഷ്യ ശരീരത്തിലെ ഉള്ളിലെ ഇമേജ് എടുക്കുന്നതും അതുപോലെ തന്നെ രോഗം നിർണ്ണയിക്കുന്നതിനുമാണ് റേഡിയോളജി ആൻഡ് ഇമേജിംഗ് ടെക്നോളജി എന്ന് പറയുന്നത്. ഇത്തരം ജോലികൾ ചെയ്യുന്ന ആളുകൾ വിളിക്കുന്ന പേരാണ് റേഡിയോളജിസ്റ്റ് ആൻഡ് ഇമേജിംഗ് ടെക്നോളജിസ്റ്റ്. അടുത്തത് നമ്പർ 4 BSc MLT, മെഡിക്കൽ ലബോറട്ടറി ടെക്നോളജി. ഇത് ഏകദേശം 3 ഇയർ ഡ്യൂറേഷൻ വരുന്നൊരു പ്രോഗ്രാമാണ്. കോഴ്സ് നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഒരു രോഗിയുടെ രോഗം നിർണ്ണയിക്കുന്നതിനും അതുപോലെ തന്നെ ഒരു ഡോക്ടർ രോഗിയെ ചികിത്സിക്കുന്നതിനും ലബോറട്ടറികളിൽ നിന്നും പലതരത്തിലുള്ള ടെസ്റ്റുകൾ നടത്തുന്നതിൻ്റെ അടിസ്ഥാനത്തിലാണ്. ഇത്തരം ജോലികൾ ചെയ്യുന്ന ഒരു വിഭാഗം ആളുകളെ വിളിക്കുന്ന പേരാണ് ലബോറട്ടറി ടെക്നോളജിസ്റ്റ്. അടുത്തതായിട്ട് നമ്പർ 3 BOT, ബാച്ചുലർ ഓഫ് ഒക്യുപ്പേഷണൽ തെറാപ്പി. ഇത് ഏകദേശം 4 ഇയർ ഡ്യൂറേഷൻ വരുന്നൊരു പ്രോഗ്രാമാണ്.
കോഴ്സ് നോക്കുകയാണെന്നുണ്ടെങ്കിൽ ശാരീരികമായിട്ടും മാനസികമായിട്ടും ബുദ്ധിമുട്ടുകൾ നേരിടുന്ന ആളുകൾക്ക്, അതുപോലെ തന്നെ ആക്സിഡന്റിൽ എന്തെങ്കിലും സംഭവിച്ച് ഹെഡ് ഇഞ്ചറി, സ്പൈനൽ കോഡ് ഇഞ്ചറി ഇതൊക്കെ സംഭവിച്ചിട്ടുള്ള ആളുകൾക്ക്, അതുമാത്രമല്ല ജന്മന വൈകല്യമുള്ള ആളുകൾക്കും അവരുടെ ഡേ ടു ഡേ കാര്യങ്ങൾ, രാവിലെ നീറ്റ് കഴിഞ്ഞ് പല്ല് തേക്കുക, ഭക്ഷണം കഴിക്കുക, കുളിക്കുക, ഇത്തരം രോഗികളുടെ പ്രശ്നങ്ങൾ മനസ്സിലാക്കുകയും അതിന് അനുയോജ്യമായ തെറാപ്പി നൽകി ചികിത്സിക്കുന്നതിനുമാണ് ഒക്യുപ്പേഷൻ തെറാപ്പി എന്ന് പറയുന്നത്. ഇത്തരം ജോലികൾ ചെയ്യുന്ന ഒരു വിഭാഗം ആളുകളെ വിളിക്കുന്ന പേരാണ് ഒക്യുപ്പേഷണൽ തെറാപ്പിസ്റ്റ്. അടുത്തതായിട്ട് നമ്പർ 2, BPT, ബാച്ചലർ ഓഫ് ഫിസിയോതെറാപ്പി. ഇത് ഏകദേശം 4 ഇയർ ഡ്യൂറേഷൻ വരുന്നൊരു പ്രോഗ്രാമാണ്. കംപ്ലീറ്റ്ലി ഇൻഡിപെൻഡൻ്റ് ആയിട്ടുള്ള ഒരു പ്രോഗ്രാമാണ് കേട്ടോ. ഒരു ഡോക്ടറെ ഡിപ്പെൻഡ് ചെയ്ത് ചെയ്യേണ്ട ഒരു ജോലിയല്ല. കോഴ്സ് നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഒരു മനുഷ്യ ശരീരത്തിലെ ചലനം നഷ്ടപ്പെടുമ്പോഴോ ശരീരത്തിലുണ്ടാകുന്ന അസുഖങ്ങളും അസ്വസ്ഥതകളും എക്സ്റ്റേണൽ ഫാക്ടേഴ്സ് വഴി ഹീറ്റ്, ഇലക്ട്രിസിറ്റി, എക്സസൈസ്, മെക്കാനിക്കൽ ഫോഴ്സ് ഇവയെല്ലാം വഴി നമ്മുടെ രോഗത്തെ ട്രീറ്റ് ചെയ്യുന്നതിനുമാണ് ഫിസിയോതെറാപ്പി എന്ന് പറയുന്നത്. ഇത്തരം ജോലികൾ ചെയ്യുന്ന ഒരു വിഭാഗം ആളുകളെ വിളിക്കുന്ന പേരാണ് ഫിസിയോതെറാപ്പിസ്റ്റ്. ഫൈനലി നമ്പർ 1, BSc നഴ്സിംഗ്. എല്ലാവർക്കും ഫെമിലിയർ ആയിട്ടുള്ളൊരു കോഴ്സാണ്. ഞാൻ പ്രത്യേകിച്ച് എടുത്ത് പറയേണ്ട ആവശ്യമില്ല. ഇത് ഏകദേശം 4 ഇയർ ഡ്യൂറേഷൻ വരുന്നൊരു പ്രോഗ്രാമാണ്. ഇനിയിപ്പോൾ കോഴ്സിനെ പറ്റി അറിയാത്ത ആളുകളാണെന്നുണ്ടെങ്കിൽ, നമുക്കൊരു പനിയോ അല്ലെങ്കിൽ ഒരു അസ്വസ്ഥത വന്നു കഴിഞ്ഞാൽ നമ്മൾ ആദ്യം കയറി ചെല്ലുന്ന ആശുപത്രിയിലേക്കായിരിക്കും. ആദ്യം ഡോക്ടറെ കണ്ടു കഴിഞ്ഞാൽ പിന്നീട് നമ്മൾ പോകുന്ന വേറൊരു വിഭാഗം ആളുകളുടെ അടുത്തേക്കാണ്. ഇവരെ വിളിക്കുന്ന പേരാണ് നഴ്സുമാർ, അല്ലേ? നമുക്ക് എല്ലാവർക്കും അറിയാം. സത്യം പറയുകയാണെന്നുണ്ടെങ്കിൽ പിന്നീട് ആ രോഗിയുടെ ആരോഗ്യ സംബന്ധമായിട്ടുള്ള എല്ലാ കാര്യങ്ങളും നോക്കുന്നത് ഇവരാണ്. ഇതെല്ലാമാണ് ടോപ്പ് 9 പാരാമെഡിക്കൽ കോഴ്സസ്. ഞാൻ എല്ലാ കോഴ്സുകളെ പറ്റിയിട്ടും മുമ്പ് ഡീറ്റെയിൽ ആയിട്ടുള്ള ഒരു വീഡിയോ കാര്യങ്ങൾ ചെയ്തിട്ടുണ്ട്. ഞാൻ എന്ത് ചെയ്തുതരാം, ആ കമൻറ്റ് ബോക്സിൽ പിൻ ചെയ്തുതരാം. നിങ്ങൾ ആ ഒരു വീഡിയോ നിർബന്ധമായിട്ടും കാണാം. ഞാൻ എപ്പോഴും പറയുന്നൊരു കാര്യമുണ്ട്, നമ്മളൊരു കോഴ്സ് സെലക്ട് ചെയ്യുന്ന പ്രാധാന്യം തന്നെ കോളേജ് സെലക്ട് ചെയ്യുമ്പോൾ കാണിക്കുക. കാരണം അംഗീകാരമില്ലാത്ത കോളേജ് പഠിച്ചു കഴിഞ്ഞാൽ ജോലി ലഭിക്കാൻ വളരെ പാടാണ്. അതുപോലെ തന്നെ ഏതൊക്കെ തരം വിദ്യാർത്ഥികൾക്കായിരിക്കും ഇപ്പോൾ ഈ പറഞ്ഞ പോലെ ഈ ഒരു കോഴ്സ് ബെറ്റർ? നല്ല രീതിയിൽ ക്ഷമയുള്ള, മറ്റുള്ളവരെ ഹെൽപ്പ് ചെയ്യാൻ മെൻറ്റാലിറ്റിയുള്ള, നല്ല രീതിയിൽ ഹാർഡ് വർക്ക് ചെയ്യാനും അതുപോലെ പഠിക്കാനും ഇൻട്രസ്റ്റ് ഉള്ള വിദ്യാർത്ഥികൾ മാത്രം എന്ത് ചെയ്യാം, ഈ ഒരു കോഴ്സ് എടുത്ത് പഠിക്കാം. ഇതൊരു ജോലി മാത്രമല്ല, ഇതൊരു സേവനം കൂടിയാണ്. ഇനി നിങ്ങൾക്ക് കോഴ്സ് സംബന്ധമായ സംശയങ്ങളോ കോളേജ് സംബന്ധമായ സംശയങ്ങളോ ഏതെങ്കിലും കോളേജിൻ്റെ ഫീസ് സ്ട്രക്ചറോ എന്തെങ്കിലും അറിയാനുണ്ടെന്നുണ്ടെങ്കിൽ താഴെ കൊടുത്ത നമ്പറിൽ എന്ത് ചെയ്യുക, കോൺടാക്ട് ചെയ്യുക. അതുപോലെ താഴെ കൊടുത്ത കമൻറ്റ് ബോക്സിൽ എന്ത് ചെയ്യുക, രേഖപ്പെടുത്തുകയും ചെയ്യുക.